ഇതേതാ പടം ഏതാ? ആട് ജീവിതം. ഓ മറ്റേ പൃഥ്വിരാജിൻ്റെ എമ്പുരാനൊക്കെ ഡയറക്റ്റ് ചെയ്ത്. ആ ആ ആ. നോക്കട്ടെ. എന്താ ഈ ചെറുക്കനീ കാണിക്കുന്നേ? ഒന്നും ഫോട്ടോ ഒക്കെ ഒന്നും അങ്ങോട്ടൊരു നാച്ചുറൽ ഇല്ലല്ലേ? എന്തുവാ ഇത്? ഇതൊക്കെ സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് ഇവർക്കിത് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലെന്ന് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. മരുഭൂമി കാണിച്ചു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫിയാവും. എന്തൊക്കെയാ ഇത്? മാറ്റി മതി, എനിക്കിഷ്ടപ്പെട്ടില്ല. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. അത്ര ബോറിംഗ് ലൈഫ് ഒന്നും അല്ലാണ്ട്. ഇതൊക്കെയാണ് അഭിനയം, നാച്ചുറൽ. എന്തോ ഡയലോഗ് ഡെലിവറിയാണ്. ഓ കറക്റ്റ് മലയാളിയാന്നേ പറയത്തുള്ളൂ. ഇതൊക്കെയാണ് അഭിനയം. ആ പൃഥ്വിരാജിനോടൊക്കെ പറ ഇതൊക്കെ വന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓ ഈ കൊച്ചു വേറെ ലെവലാ കിട്ടും. ഇത് കിടിലനായിട്ടാണ് ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെയാണ് വിഷ്വൽസ് എന്നൊക്കെ പറയുന്നത്. ഇത് കറക്റ്റ് കേരളം അല്ലേ? എൻ്റെ അമ്മ, ഇതാണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി. നമുക്ക് ഇതങ്ങ് കൊടുക്കാമല്ലേ? കിടിലം തന്നെ, കിടിലം. പൂക്കാലം എന്ന് പറയുന്ന സിനിമ നല്ലതാണ്, വിജയരാഘവൻ നല്ലതായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ആ തൊട്ട് അവസാനം വരെ വിജയരാഘവൻ ഒരൊറ്റ ഗെറ്റപ്പേ ഉള്ളൂ. ഒരു അവാർഡിനൊക്കെ വരുമ്പോൾ അത് മാത്രം പോരാ. നമ്മുടെ SRK ഒരു പടത്തിൽ തന്നെ 100 ഗെറ്റപ്പാണ്. അപ്പോൾ അതല്ലേ നമ്മൾ നോക്കണ്ടേ? ഇത് കിടിലനായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് വിജയരാഘവന് വേണമെങ്കിൽ നമുക്കൊരു സഹനടനം കൊടുക്കാം. ഇത് SRKക്ക് ബെസ്റ്റ് ആക്ടർ കൊടുത്താലോ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് തോന്നുന്നത് കേരള സ്റ്റോറിയാണ് ബെസ്റ്റ് ഡയറക്ഷൻ ഡിസർവ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട്, അതായത് ഈ റിയൽ ഇൻസിഡൻറ്റിനെ കറക്റ്റായിട്ട് അവർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആട് ജീവിതം അങ്ങനല്ലേ എന്ന്. അത് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഒരു കഥ എടുക്കുക. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? കേരള സ്റ്റോറിയുടെ കഥ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ് അവർ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് ഡയറക്ഷൻ അവർക്ക് കൊടുക്കുന്നില്ലേ നല്ലത്? ഇതേതാ പടം? ഭ്രമയു. ഇവന്മാരൊക്കെ ഏത് കാലത്തായി ജീവിക്കുന്നത്? ഇത്രയും ടെക്നോളജി ഉണ്ട്, എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല പടം എടുത്ത് കൊടുത്തേക്കുന്നത്. റിജക്റ്റഡ്. നമുക്ക് ഈ ബെസ്റ്റ് തെലുഗു പടമായിട്ട് ഭഗവൻ കേസരിക്ക് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ റൂമറാണ്, എനിക്ക് അറിയത്തില്ല ഇത് സത്യമാണോ എന്ന്. നമ്മുടെ തമിഴ് നടൻ വിജയ് ഇല്ലേ, പുള്ളിയുടെ ലാസ്റ്റ് പടം എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ റീമേക്ക് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോഴേ നമ്മൾ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം വല്ലതും പുള്ളി വന്ന് അവാർഡ് ചോദിച്ചാൽ നമുക്ക് ഇത് പറഞ്ഞ് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ബെസ്റ്റ് തെലുഗു പടം ഭഗവൻ കേസരി. ഓക്കെ എടാ, വൈകിട്ട് ജവാൻ എടുത്താൽ മതി. ഞാനിവിടെ അവാർഡിൻ്റെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സാറേ, ബെസ്റ്റ് ആക്ടർ വിക്രാന്ത് നാസിക് അല്ലേ? ജവാൻ. അപ്പോൾ SRKക്ക് അവാർഡുണ്ടോ? അത് തന്നെ കൊടുത്തേക്ക്, ബെസ്റ്റ് ആക്ടർ തന്നെ കൊടുത്തേക്ക്. എനിക്കാകെ ഒറ്റ വിഷമേ ഉള്ളൂ. ആ കേരള സ്റ്റോറിയിലെ ആ കൊച്ചില്ലേ, നല്ല കിടിലൻ അഭിനയമായിരുന്നു. എന്നാ ഒരു നാച്ചുറലായിട്ടാണ് പുള്ളിക്കാരി അഭിനയിച്ചേ. പുള്ളിക്കാരിക്ക് ഒരു അവാർഡ് പോലും കൊടുക്കാൻ പറ്റിയില്ല. അതേ ഉള്ളൂ എനിക്കൊരു വിഷമം. ഈ ജവാൻ പടം സർക്കാരിനെ കളിയാക്കുന്ന പോലല്ലേ? അപ്പോൾ അതിലെ നായകന് ബെസ്റ്റ് ആക്ടർ കൊടുക്കണം. എന്നാലേ ആൾക്കാർക്ക് നമ്മളൊരു വിശ്വാസം വരത്തുള്ളൂ. സർക്കാരിനെ കളിയാക്കലും അവാർഡൊക്കെ കിട്ടുമെന്ന് അവർക്ക് തോന്നണം. അപ്പോൾ ബെസ്റ്റ് ആക്ടർ പുള്ളിക്ക് തന്നെ കൊടുക്കാം. അങ്ങനെ ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത വർഷം ആർക്കാണ് ബെസ്റ്റ് ആക്ടർ എന്ന് എനിക്കൊരു ചെറിയ ക്ലൂ ഒക്കെ ഉണ്ട്. ആരാന്നോ? ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ വരട്ടെ.